പുരാവൃത്ത പെരുമയാൽ സമ്പന്നമായ മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ കളിയാട്ട മഹോത്സവത്തിലേക്ക് ഏവർക്കും ഭക്തിപൂർവം സ്വാഗതം. മകര കുളിർപ്പത്തിൻ സായന്തനം ദീപവും തിരിയുമായി തൊഴുതു നിൽപ്പൂ ശ്രീലകം വാഴുന്ന പാടാക്കുളങ്ങര അമ്മയ്ക്ക് മുടിയേറ്റമായി ഇനി 4 നാൾ നീളും. കോലസ്വരൂപത്തിൽ തുളുവീരൻ ദൈവത്തിന്റെ പ്രഥമസ്ഥാനമെന്ന അപൂർവ ബഹുമതി കൽപ്പിച്ചു നൽകിയ പവിത്ര സന്നിധിയാണിത്. നാട്ടുകൂട്ടം ഒത്തുചേരുന്ന കളിയാട്ടങ്ങളിൽ ഏറെ ശ്രദ്ധേയമാണ് ഇവിടുത്തെ കളിയാട്ട മഹോത്സവം. ശക്തിസ്വരൂപനായ തേജോരൂപൻ കന്നിക്കുരുമകൻ, നായാട്ടുവീരനായ തുളുവരശന്റെ പുത്രൻ തുളുവീരൻ, പാടാർകുളങ്ങര ഭഗവതി, സർവൈശ്വര്യദായിനിയായ വൃത്രാരീപുരിസമം ഒത്തൊരു പത്തനമതു ദഹനനു നൽകിയ ഉത്തമയാം ദേവി പുതിയ ഭഗവതി, ആർത്തട്ടഹസിച്ചസുരന്റെ കരളിറച്ചി വെട്ടിത്തകർത്ത് കണങ്ങൾ കരിഞ്ഞരിഞ്ഞെറിഞ്ഞു കൊടുത്ത നരമ്പിൽ ഭഗവതി, പാതാള ഭൈരവി, മസ്ഥാന പാതാളമൂർത്തി, മടയിൽ ചാമുണ്ടി, രക്തബീജ നിഗ്രഹയായ രക്തചാമുണ്ടി, അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നെരിവിളിക്കും തുണയരുളുന്ന വിഷ്ണുമൂർത്തി എന്നീ ദേവതകളുമാണ് കളിയാട്ട ദിനങ്ങളിൽ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വിശ്വശക്തികളെ ആവഹിച്ച തിരുവായുധങ്ങൾ ഈ തിരുവരങ്ങിറഞ്ഞാടുന്നത്. തുളുനാട്ടിൽ നിന്നെത്തി മലനാട്ടിൽ വാഴുന്ന തുളുവീരനെന്നൊരു പുണ്യദൈവം, തണലായി തുണയായി തളരുമ്പോൾ താങ്ങായി ഭക്തനു കൂട്ടിനായുള്ള ദൈവം. ദേശാധിപതിയായ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി സന്തുഷ്ടനാം ഞാൻ വരദാനതൽപരൻ എന്ന ഭാവത്തിൽ വസിക്കുന്ന പെരുമാളമ്പലത്തിൽ നിന്നും മകരപ്പത്തിൻ്റെ സുന്ദര സായാഹ്നത്തിൽ ആചാരവിധി പ്രകാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ദീപവും തിരിയും ഈ സന്നിധിയിലെത്തി പള്ളിയറയിലെ വിളക്കിൽ ദീപം പകരുന്നതോടെയാണ് എല്ലാ വർഷവും 4 നാളത്തെ കളിയാട്ടത്തിൻ്റെ തിരുവരങ്ങുണരുന്നത്. കളിയാട്ടോത്സവത്തിരി തെളിഞ്ഞു, തിരുനടയിൽ തോറ്റം പാട്ടുണർന്നു. കളിയാട്ടോത്സവത്തിരി തെളിഞ്ഞു, തിരുനടയിൽ തോറ്റം പാട്ടുണർന്നു. ചെണ്ടയും തകിലും താളവും ചേർന്നൊരു വാദ്യഘോഷങ്ങൾ മുഴങ്ങി നിന്നു. തുടർന്ന് ചെണ്ടയും തകിലും ഇലത്താളവും നാദബ്രഹ്മം തീർക്കുന്ന ആ ശുഭവേളയിൽ തെയ്യം തുടങ്ങി. ശേഷം തുളുവീരൻ തെയ്യത്തിന്റെ തോറ്റം, സർവാലങ്കാര വിഭൂഷിതരായ ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് എന്നിവ കഴിഞ്ഞ് തടുക്കാനും എതിർക്കാനും തങ്ങൾക്ക് മുന്നിൽ ആദിനാഥനല്ലാതെ മറ്റാരുമില്ലെന്ന മുന്നറിയിപ്പോടെ കണ്ണുകളിൽ രാഗഭാവദീപ രൗദ്രജ്വാലകളുമായി വീരന്മാരുടെ പുറപ്പാടാണ്. ആദ്യ ദിനത്തിലെ നിറകൊണ്ട പാതിരാവിലാണ് തുളുവീരന്റെ പുറപ്പാട്. തുളുവരശന്റെ മകനായി പിറന്ന നായാട്ടുവീരനാണ് തുളുവീരൻ. തുളു മലയാള ബന്ധത്തിൻ്റെ അതിശക്തമായ കണ്ണിയായി ഈ ദേവൻ നിലനിൽക്കുന്നു. തുളുവീരൻ ദൈവത്തിൻ്റെ പുരാവൃത്തം ജാത്യാചാരത്തിൻ്റെ നിരർത്ഥകത തകർക്കുന്നതാണ്. തുളുവീരൻ ദൈവത്തിൻ്റെ തിരുനർത്തന പെരുമയോടെയാണ് കളിയാട്ട മഹോത്സവത്തിൻ്റെ ആദ്യ ദിന അരങ്ങൊഴിയുക. തുളുനാട്ടിൽ നിന്നെത്തി മലനാട്ടിൽ വാഴുന്ന തുളുവീരനെന്നൊരു പുണ്യദൈവം, തണലായി തുണയായി തളരുമ്പോൾ താങ്ങായി ഭക്തനു കൂട്ടിനായുള്ള ദൈവം. തുളുനാട്ടിൽ നിന്നെത്തി മലനാട്ടിൽ വാഴുന്ന തുളുവീരനെന്നൊരു പുണ്യദൈവം. തിടമ്പും ചിലമ്പും പട്ടുടുപ്പും കൊട്ടും പാട്ടും നിറഞ്ഞ മനസ്സും നിറപറയും നിലവിളക്കും തോറ്റി തെളിയിച്ച് ആദിമദേവ ചൈതന്യങ്ങളെ ഉറഞ്ഞാടിക്കുന്ന ഈ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിൻ്റെ 2ാം നാളിൽ വൈകുന്നേരം തുളുവീരൻ ദൈവത്തിൻ്റെ വീരാപദാനങ്ങൾ വാഴ്ത്തുന്ന തോറ്റം കഴിഞ്ഞ് ദേവിമാരുടെ ഉച്ചത്തോറ്റം എഴുന്നള്ളത്തിന് ശേഷം അരങ്ങുണർത്തിക്കൊണ്ട് കന്നിക്കുരുമകൻ ദൈവത്തിൻ്റെ വെള്ളാട്ടമുണ്ട്. ചടുലഭാവ പകർച്ചയുമായി ആയോധനമുറകളുടെ പ്രാഗൽഭ്യത്തോടെയുള്ള കന്നിക്കുരുമകൻ്റെ വെള്ളാട്ടം കളിയാട്ട മഹോത്സവത്തിൻ്റെ സുപ്രധാന ഘടകമാണ്. കളിയാട്ടത്തിൻ്റെ 2ാം രാത്രിയിലും 3ാം രാത്രിയിലും പാതിരാവോടെ കന്നിക്കുരുമകൻ ദൈവവും തുടർന്ന് തുളുവീരൻ ദൈവവും ആടയാഭരണങ്ങൾ അണിഞ്ഞരങ്ങിലെത്തും. 3ാം രാവിൽ അന്തിത്തോറ്റം എഴുന്നള്ളത്തിന് ശേഷം
കണ്ടംപറമ്പത്ത് തറവാട്ടിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ച നാടുണർത്തി കടന്നു വന്ന ക്ഷേത്രസന്നിധിയിലെത്തി സമർപ്പിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുമമ്മ, മാവിച്ചേരി വാഴുന്നൊരമ്മ, ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അകറ്റുന്ന ശക്തി സ്വരൂപിണിയമ്മ, മുക്തിപ്രദായിനിയമ്മ. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന നാളായ മകരം 13 പുലർച്ചെയാണ് അഗ്നിസ്വരൂപിണിയായ ശ്രീ പുതിയ ഭഗവതിയുടെ മേലേരിത്തിമിർപ്പോടുകൂടിയ പുറപ്പാട്. മാരിയകറ്റുന്ന മഹാകാളിയാണ് പുതിയ ഭഗവതി. വസൂരി അടക്കമുള്ള ആദിവ്യാധികളകറ്റാൻ ശ്രീ മഹാദേവന്റെ ഹോമകുണ്ഡത്തിൽ അവതരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദേവതയാണിത്. ഭക്തിവിശ്വാസങ്ങളുടെ നിറവിൽ വെളിച്ചപ്പാടും കൊടക്കാരും ബാല്യക്കാരും ചെമ്പഴുക്ക പോലെ തിളങ്ങുന്ന കനൽക്കട്ടകളിൽ ചാടിക്കയറി തിരുമുറ്റത്ത് നിർവചിക്കാനരുതാത്ത ഭക്തിപ്പെരുമ പടർത്തുമ്പോൾ ഏത് നാസ്തികന്റെയും പോലും ഹൃദയത്തിൽ അറിയാതെ വിശ്വാസത്തിൻ്റെ നിറവൂറും. ഈ മേലേരിത്തിമിർപ്പിനൊടുവിൽ നിറന്നു കത്തുന്ന പന്തങ്ങളുടെ പൊൻപ്രഭയിൽ കുളിച്ച് സാക്ഷാൽ പുതിയ ഭഗവതി കൂടി അരങ്ങിലെത്തുമ്പോൾ ക്ഷേത്രസന്നിധി സാക്ഷാൽ കൈലാസത്തിലെ ഹോമകുണ്ഡ സമാനമാണ്. മകരമഞ്ഞിൻ കുളിരിലായി നിറഞ്ഞു കത്തും ദീപമേ, ഇരുളടഞ്ഞൊരു വീഥിയിൽ നിറദീപമായി വഴി കാട്ടണേ. 1000 ആദിത്യന്മാരുടെ പ്രഭയെ വെല്ലുന്ന ഉജ്ജ്വലകാന്തിയോടെ ആനന്ദരൂപിണിയും അഭയദായിനിയുമായ മഹാകാളി ശ്രീ പുതിയ ഭഗവതി ആടിത്തിമിർത്ത ക്ഷേത്രസന്നിധിയിൽ സമാപന നാളിൽ ഉച്ചയോടെ ദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ മസ്ഥാന പാതാളമൂർത്തി മടയിൽ ചാമുണ്ടി, നരഹരി ഭഗവാനായ വിഷ്ണുമൂർത്തി, മായാമോഹിനിയായ പാടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. കളിയാട്ടനാളിൽ നിൻ തിരുനടയിൽ അമ്മേ തിരുമുടിയേന്തി നീ നടനമാടും. അതു കണ്ടിട്ടടിയങ്ങൾ കുളിരണിയും, പിന്നെ കൈകൂപ്പി തൊഴുതു നിന്നെ വണങ്ങി നിൽക്കും. വൈകുന്നേരം 5 മണിക്ക് പുതിയ ഭഗവതിയും പാടാർകുളങ്ങര ഭഗവതിയും വിഷ്ണുമൂർത്തിയും അടയിൽ ചാമുണ്ടിയും കുടക്കാർ ക്ഷേത്രേശ്വരന്മാർ എന്നിവരുടെ അകമ്പടിയോടെ ക്ഷേത്രഭണ്ണാരപ്പുര, പറയംകുന്നത്ത് തറവാട് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുന്നു. തിരിച്ച് ക്ഷേത്രത്തിൽ വന്ന് 3 പ്രദക്ഷിണം കഴിഞ്ഞ് ആറാളിക്കലിനു ശേഷം ശ്രീ പാടാർകുളങ്ങര ഭഗവതി തിരുമുടി താഴ്ത്തുന്നതോടെ കളിയാട്ടത്തിന് പരിസമാപ്തിയാകും. സമാപന വേളയിൽ ഉത്തരകേരളത്തിന്റെ ആകാശഭൂമികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗവുമുണ്ട്. പ്രപഞ്ച സൃഷ്ടിയുടെ പ്രചണ്ഡത വിളിച്ചോതി സൃഷ്ടിസ്ഥിതിലയ രൂപങ്ങൾ ശബ്ദദൃശ്യങ്ങളുടെ പ്രതിരൂപങ്ങളായി സങ്കല്പിച്ച് ആകാശഭൂമികളിൽ നിശയുടെ നിശബ്ദതയും ഇരുളും പഞ്ചിച്ച് വിഹായസിന്റെ വിസ്മൃതിയിൽ 1000 മഴവിൽ വിരിയിക്കുന്ന വർണ്ണമനോഹരവും ശബ്ദവിസ്മയവുമായ കരിമരുന്ന് പ്രയോഗത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതാവുന്നതോടെ ഭക്തജനങ്ങൾ വീണ്ടും ഒരു വർഷത്തെ കാത്തിരിപ്പിനായി ഈ ഭഗവതീ ക്ഷേത്രത്തിന്റെ നടയൊടി. അമ്മേ ഞങ്ങൾക്കെന്നും ആശ്രയമേകും, എന്നും നിന്നെ കാണാൻ സൗഭാഗ്യമേ.